إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളായ നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന് അൽ അനാതു മിനല്ലാഹ്, അവധാനത എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് വൽ അജലതു മിനശ് ശൈത്വാൻ, ധൃതി പിശാചിൽ നിന്നുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാണ് അൽ അജലതു മിനശ് ശൈത്വാൻ, ധൃതി കാണിക്കല്ലേ അത് പിശാചിൽ നിന്നുള്ളതാണ് എന്നൊക്കെ പലപ്പോഴും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണർത്താറുണ്ട്, വസിയ്യത്ത് ചെയ്യാറുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ ഒരു വശം ധൃതി കാണിക്കുന്ന വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അദ്തുഅദതു ഫീ കുല്ലി ഷൈഇൻ ഇല്ലാ ഫീ അമലിൽ ആഖിറ, പരലോകത്തേക്കുള്ള കർമ്മങ്ങളിലൊഴികെ എല്ലാ കാര്യത്തിലും സാവകാശം നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചു തരുന്നത്. കടം വീട്ടുന്ന വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത് എങ്ങനെയാണ്? നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി ഹത്താ യുഖ്ലഅൻ, കടം വീട്ടുന്നത് വരെ ആ ബാധ്യത ആത്മാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ള എന്താ? കടബാധ്യതയുള്ള ആളുകളാണ് നമ്മൾ എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് വീട്ടാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? ഇത് പരലോകമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ്. രണ്ടാമതൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയുന്നത് സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ, നോമ്പ് തുറക്കാൻ ജനങ്ങൾ ധൃതി കാണിക്കുന്ന കാലത്തോളം
ജനങ്ങൾ നന്മയിലായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ട? പരലോകമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി ഒരാൾ ഒരുപാട് തിന്മ ചെയ്തിട്ടുണ്ട്, ഇസ്തിഗ്ഫാറും തൗബയൊക്കെ പിന്നെ ചെയ്യാം, നാളെ ചെയ്യാലോ, എന്തിനായി ധൃതി കാണിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നിൽക്കുക, പാടുണ്ടോ? പാടില്ല. എന്തുകൊണ്ടാണ്? അത് പരലോകമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ആ തൗബ നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ ആ ഒരു നിമിഷത്തേക്ക് നമ്മൾ ബാക്കി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ഒരു ഭയമായിരിക്കണം അവിടെ നമ്മളെ ബാധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 148 ആയത്തിലൂടെ സത്യവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറയുന്നുണ്ട്, ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മയിൽ മുന്നേറണം എന്നാണ്, മുന്നോട്ട് വരണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. സൂറത്തു ആല ഇമ്രാനിലെ 133 ആയത്തിൽ അല്ലാഹു നമ്മളോട് പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ മുന്നോട്ട് വരണം, ധൃതിപ്പെട്ട് മുന്നോട്ട് വരണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയുന്നത്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, ആ സ്വർഗമാകട്ടെ തഖ്വയുള്ള ആളുകൾക്കുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയുന്നുമുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുഅ്മിനീങ്ങളെ, നന്മയിൽ നമ്മൾ പരസ്പരം ധൃതി കാണിച്ച് മുന്നോട്ട് വരേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഇതിന് ഏറ്റവും ഉദാത്തമായ മാതൃകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് നന്മകളിൽ മുന്നേറുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഒപ്പം പരസ്പരം നന്മയിൽ മുന്നേറാൻ മത്സരിച്ചിരുന്നു എന്ന് വരെ നമുക്ക് കാണാൻ സാധിക്കും. മറ്റുള്ള സ്വഹാബിമാരൊക്കെയും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നന്മയാണോ എങ്കിൽ അതിൽ ധൃതിപ്പെട്ട് മുന്നേറാൻ അവരൊക്കെയും ശ്രദ്ധ പുലർത്തിയിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമുക്കുള്ള പാഠം. എങ്കിൽ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്മയിൽ മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ സുഖ സൗകര്യങ്ങളും ഈ ആരോഗ്യവും ഈ സമയവും ഈ ആയുസ്സും എല്ലാം തീരുന്ന ഒരു സമയമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വസിയത്ത് പോലെ പറഞ്ഞു തന്നിട്ടുള്ള വിഷയമാണ് അല്ലേ, അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത് യാനി അൽ മൗത്ത്. സർവ്വ സുഖാനുഭൂതികളെയും തകർത്ത് കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മരണം എത്തുന്ന സമയത്ത് പിന്നീട് നമുക്കൊരു തിരിച്ചുവരവില്ല എന്ന് വളരെ കൃത്യമായി നമുക്ക് അറിയുന്നതുമാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം മത്സരിച്ച് നന്മയിൽ മുന്നേറാനുള്ള ശ്രദ്ധയിലായിരിക്കണം ഞാനും നിങ്ങളും. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. ഈ ദുനിയാവിൽ നമ്മുടെ എന്തെങ്കിലും ഒരു അശ്രദ്ധ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ നമ്മൾ എത്രത്തോളം ഖേദം പ്രകടിപ്പിക്കും? ഇപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഒരു കുട്ടി വീട്ടിൽ നിന്ന് പഠിക്കാതെ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാതെ പരീക്ഷയ്ക്ക് പോയി, പരീക്ഷയ്ക്ക് വളരെ മാർക്ക് കുറവാണ് റിസൾട്ട് കിട്ടുന്ന സമയത്ത്. സ്വാഭാവികമായും അപ്പം തോന്നുന്നൊരു ഖേദമുണ്ട്, ഒന്ന് മെനക്കെട്ടിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു എന്നൊരു തേട്ടം, ഒരു തോന്നൽ മനസ്സിലുണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ വലിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമ്പാദ്യം, നമ്മുടെ കച്ചവടം, ആ കച്ചവടത്തിൽ നമ്മുടെ എന്തെങ്കിലും ഒരു അശ്രദ്ധ കൊണ്ടാണ് അതിൽ എന്തെങ്കിലും ഒരു നഷ്ടം വരുന്നത് എങ്കിൽ നമ്മൾ എത്രത്തോളം ഖേദം അതിൽ പ്രകടിപ്പിക്കാറുണ്ട്, പരസ്പരം നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്. ആ കുറ്റപ്പെടുത്തലും ആ ഒരു ഖേദവും ആ ഒരു മനസ്സുമെല്ലാം പരലോകത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് കാണിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇർതഹലത്തിദ് ദുനിയാ മുദ്ബിറ വർതഹലത്തിൽ ആഖിറതു മുഖബില. ദുനിയാവ് അതിൻ്റെ പിറകിലോട്ട് പോവുകയാണ്, യാത്രയാവുകയാണ്. പരലോകമാകട്ടെ നമ്മളെ കാത്തിരിക്കുകയുമാണ്, നമ്മൾ അതിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയുമാണ്. വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ. ഇതിന് രണ്ടിനു വേണ്ടിയും പണിയെടുക്കുന്ന ആളുകളുണ്ട്. ഇഹലോകത്തിന്റെ ആളുകൾ കുറച്ച് ആളുകളുണ്ട്, പരലോകത്തിനും ചില ആളുകളുണ്ട്. എന്നിട്ട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ.
നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാകണേ, ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാകണേ. വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയ, ദുനിയാവിന് വേണ്ടി പരസ്പരം മത്സരിച്ചുകൊണ്ട് ആയുസ് കളയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടരുതേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന വളരെ മർമ്മപ്രധാനമായ ഒരു വിഷയം, വളരെ ചിന്തനീയമായ ഒരു സംസാരം. എന്താ അദ്ദേഹം പറയുന്നത്? ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്. ഇന്നത്തെ ദിവസം ഈ ഇഹലോകത്ത് വെച്ച് നമുക്ക് അമൽ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. വലാ ഹിസാബ്, നമുക്കിവിടെ വിചാരണയില്ല. വഗദൻ ഹിസാബുൻ വലാ അമൽ, എന്നാൽ നാളെ പരലോകത്താകട്ടെ അവിടെ അമലല്ല, അവിടെ ഹിസാബാണ്, വിചാരണയാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളെ കുറിച്ചും ഇരനാഴി കീറി മുറിക്കപ്പെട്ട് അവിടെ എങ്ങാനും വിചാരണ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ തന്നെ നശിച്ചു എന്നാണ്. അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ, ആമീൻ. അതുകൊണ്ട് തന്നെ പരലോകം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന വ്യക്തത നമുക്കുണ്ട്. ആ പരലോകത്തിലേക്കുള്ള നമ്മുടെ കവാടം എന്ന് പറയുന്നത് മരണമാണ്. മരണത്തോടുകൂടി നമ്മൾ മറ്റൊരു ലോകത്തേക്ക് യാത്ര ചെയ്യും, അല്ലേ? ഈ ഇഹലോകത്തിന്റെ ഹ്രസ്വകാലത്തിന് ശേഷം നമ്മൾ മരണത്തിന് ശേഷം ആഖിറത്തിലേക്കുള്ള പടിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറയുന്നത് എന്താ? നമുക്കൊക്കെ അറിയുന്ന ആയത്താണ്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ. നമ്മൾ ചില ആളുകളുടെ അടുത്തേക്ക് അവരുടെ മൗത്ത് എത്തുന്ന സമയത്ത് അവർ പറയും ഖാല റബ്ബി ഇർജിഊൻ, റബ്ബേ എന്നെ ഒന്ന് മടക്കിത്താ എന്ന് അവർ കെഞ്ചുന്ന ഒരു സമയമാണ്. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഒഴിവാക്കിയ കാര്യങ്ങളെല്ലാം, സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യുന്നവനായേക്കാം ഞാൻ. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, ആ നേരത്തെ ആ പറച്ചിൽ കൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ മറുപടി കൊടുക്കുമെന്ന. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരേക്കും അവർ ബർസഖിയായ ജീവിതത്തിലാണ്, അഥവാ ഖബർ ജീവിതത്തിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. ആ മരണം നമ്മിലേക്ക് എത്തുന്നതിന് മുമ്പ് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി എന്ത് നമ്മൾ സ്വന്തമാക്കി എന്ന ചിന്തയായിരിക്കണം സഹോദരങ്ങളെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കേണ്ടത്. മരണം വരും എന്നുള്ളത് ഉറപ്പാണ്, അല്ലേ? എന്തുകൊണ്ടാ? നമുക്കൊക്കെ അറിയുന്ന ആയത്ത കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, നമ്മൾ ഓരോരുത്തരും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. എന്നാൽ എവിടെ വെച്ചാൽ നമ്മൾ മരിക്കുക അറിയില്ല, എപ്പോഴാണ് നമ്മൾ മരിക്കുക അറിയില്ല, എന്ത് ചെയ്യുമ്പോഴാണ് നമ്മൾ മരിക്കുക അറിയില്ല, മരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ആരാ ഉണ്ടാവുക അറിയില്ല, മരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക അതും അറിയില്ല. എന്നാൽ മരണം വരും എന്നുള്ളത് ഉറപ്പാണ്, ആർക്കും ഒരു സംശയവുമില്ല. ഒരു നാൾ ജനിച്ചവൻ ഒരു നാൾ മരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ഒരു പാതയും പരലോകത്തേക്ക് ഒരുക്കി വെക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ ഒരു 10 കൊല്ലം കൂടി നമ്മൾ ജീവിക്കും എന്നുള്ളത്? അല്ലെങ്കിൽ ഒരു 20 കൊല്ലം? ഉറപ്പില്ല. പിന്നെ എന്തേ നമുക്ക് നന്മയിൽ മുന്നേറാൻ, അമലു സ്വാലിഹാത്തിൽ ജീവിതം മുഴുകിപ്പിക്കാൻ നമുക്ക് സാധിക്കാത്തത്? പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറഞ്ഞു തരുന്ന വിഷയം ഇന്നഹു കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മയിൽ പരസ്പരം മുന്നേറിയിരുന്ന ആളുകളായിരുന്നു, ധൃതി കാണിച്ചിരുന്ന ആളുകളായിരുന്നു എന്ന് പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. വയദ്ഊനനാ റഗബൻ വറഹബ, ആശിച്ചുകൊണ്ടും പേടിച്ചുകൊണ്ടും നമ്മോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞുതരാണ്. ദീന് പ്രബോധനം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു തആല വഹി എത്തിച്ചു തരാൻ നമുക്ക് വഹി എത്തിച്ചു തരാൻ പ്രവാചകന്മാരെ ഏൽപ്പിച്ചു. ആ പ്രവാചകന്മാരഖിലവും അവരുടെ ജീവിതം അമൽ സ്വാലിഹാത്തിലായിരുന്നു മുഴുകിയത് എന്നും നമുക്ക് മനസ്സിലായി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ എന്താ? രാത്രി നിസ്കാരത്തിൽ കാല് നീറ് വെച്ച് കെട്ടുകയാണ്. അവിടെ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, എന്താ റസൂലേ അങ്ങ് എങ്ങനെ ഇടങ്ങേറാകുന്നത് എന്ന അർത്ഥത്തിൽ ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫലാ അകൂന അബ്ദൻ ശകൂറ, നന്ദിയുള്ള ഒരു അടിമയായി മാറണ്ടേ ഞാൻ എന്ന ചോദ്യം ആരാ ചോദിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മഅസൂമാണ് പ്രവാചകൻ, പാപമുക്തനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിയാണ് ഈ പറയുന്നത് അഫലാ അകൂന അബ്ദൻ ശകൂറാ എന്നുള്ളത്. അപ്പൊ നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ അവസ്ഥ എന്താ? നമുക്ക് എന്തോ ഒരു മിഥ്യാധാരണയാണ്, ഒക്കെ അങ്ങ് റെഡിയാകും, എൻ്റെ അമലൊന്നും നേരെ ആയില്ലെങ്കിലും ആക്കങ്ങ് റെഡിയാകും എന്ന ഒരു ചിന്തയായിരിക്കാം ചിലപ്പോൾ നമ്മളെ ഇങ്ങനെ പിറകോട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ആ മൗത്ത് വരുന്ന സമയത്ത് നമ്മുടെ കൂടെ നമുക്ക് രക്ഷക്കായി ആരുമില്ല എന്ന് ബോധ്യപ്പെടുത്തൽ മനസ്സിന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. നമുക്ക് എത്ര അനുഗ്രഹങ്ങളാണ്, നല്ല സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ എത്ര അവസരങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തന്നിട്ടുള്ളത്. പീസ് റേഡിയോ നമ്മൾ എത്ര ആളുകൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. ആ അനുഗ്രഹത്തെക്കുറിച്ച് നാളെ യൗമുൽ ഖിയാമയിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എന്ത് പറയാൻ കഴിയും നമുക്ക്? സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരാളും ഇവിടെ ഇരിക്കുന്നുണ്ടാവില്ല, വളരെ ചുരുക്കം ആളുകൾ ഒഴികെ. ഞാൻ ചോദിക്കുന്നത്, ആ സ്മാർട്ട് ഫോണിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻസ്, എന്തൊക്കെ ആപ്സ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ ഫോൺ ഉപയോഗിക്കാറുണ്ട്? അമാനി മൗലവി തഫ്സീറിന്റെ ആപ്പ് ഈ ഒരു ഫോണിൽ നമുക്ക് ലഭ്യമാണ്. അതേപോലെ തന്നെ മതപഠനത്തിന് വേണ്ടിയുള്ള പീസ് റേഡിയോ നമുക്ക് മൊബൈലിൽ ലഭ്യമാണ്. ഈ അവസരങ്ങളെല്ലാം, ഈ സാഹചര്യങ്ങളെല്ലാം പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടും അതിന് നമുക്ക് നന്ദി കാണിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് പ്രത്യേകം നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ, ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ. നന്മയാണോ അതിനെ വില കുറച്ച് കാണരുതേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നന്മയാണോ അത് വില കുറച്ച് കാണിക്കരുത്. ഒരു ഖുർആൻ ക്ലാസ്സിന് വിളിക്കുമ്പോൾ നമ്മളെന്താ പറയുക? അത് ഖുർആൻ ക്ലാസ് അല്ലേ, എന്തെങ്കിലും വാഴുന്നുണ്ടെങ്കിൽ വിളിച്ചോളി, ഞാൻ വരാമെന്നുള്ളതാണ്. QHLS ക്ലാസ്സിന് വിളിക്കുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വർത്താനം എന്താ? അത് ഖുർആൻ ക്ലാസ് അല്ലേ, ആക്കെ റെഡി ആയിക്കോളൂ, അത് ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കും എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കുമോ? നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്. ഇത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, നമ്മളൊന്ന് സ്വയം വിചാരണ ചെയ്യുക. നമുക്ക് റഹ്മത്തായി ഇറക്കപ്പെട്ട ആ വിശുദ്ധ ഖുർആൻ, ഹിദായത്തായിട്ടുള്ള ആ ഖുർആൻ, അതിൻ്റെ അധ്യാപനങ്ങളെ എത്രത്തോളം നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? മലയാളത്തിൽ രചിക്കപ്പെട്ടതല്ലേ അമാനി മൗലവി തഫ്സീർ? അതെന്തേ നമുക്കൊന്ന് പരിപൂർണമായും വായിക്കാൻ കഴിയുന്നില്ല? പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു ആവശ്യമൊന്നുമില്ലല്ലോ, നമ്മുടെ മൊബൈലിൽ തന്നെ അത് ലഭ്യമല്ലേ. എന്നിട്ടും നമുക്ക് ഇതിനൊന്നും മെനക്കെടാൻ കഴിയില്ല എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ നഷ്ടക്കാരിൽ പെട്ടുപോകും എന്ന് ഭയപ്പെടേണ്ടതുണ്ട്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ, ആമീൻ. ഇന്നൽ ഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബതു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. നമ്മയെല്ലാം ശ്രദ്ധിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമതൊരു വട്ടം കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ. നമുക്കെല്ലാ കാര്യത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ മാതൃകയായിട്ടുള്ളത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഈ ധൃതിപ്പെട്ട് മുന്നേറുന്ന വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്മകളിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, രാത്രി നിസ്കാരത്തിൻ്റെ വിഷയം. ആഞ്ഞടിച്ചു വീശുന്ന കാറ്റിന് കണക്കായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്കയുടെ വിഷയത്തിൽ, ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ എന്ന് മറ്റൊരു ഹദീസിലും മറ്റൊരു അവസരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളും എത്രത്തോളം ഈ വിഷയത്തിൽ ശ്രദ്ധ പുലർത്താറുണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലായ വിഷയമാണ്. ദീന് പഠിക്കുന്നതിൻ്റെ, ഇൽമു പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു മനുഷ്യനും പിന്നെ ഒരു ഖുർആൻ ക്ലാസ്സും മിസ്സാക്കൂല, അല്ലെങ്കിൽ ഒരു ഹദീസ് ക്ലാസ്സും അയാൾ മിസ്സാക്കൂല എന്നുള്ളതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് ഹിജ്റ 7 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് ഹിജ്റ 11 ഏകദേശം 4 വർഷ കാലയളവാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളത്. ആ 4 വർഷക്കാലം എങ്ങനെയായിരുന്നു മഹാനായ സഹാബി വര്യൻ ജീവിച്ചിരുന്നത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഷെഡ്യൂൾ എന്തായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും ബോധം കെട്ട് വീഴും, ഭക്ഷണം കഴിക്കാനില്ലാതെ ബോധം കെട്ട് വീഴുന്ന മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇപ്പൊ സമീപത്തു കൂടി നടന്നു പോകുന്ന ആളുകളൊക്കെ കാലുകൊണ്ട് ഇങ്ങനെ തട്ടി നോക്കുന്നതാണ്. ഭ്രാന്ത് കൊണ്ട് തലചുറ്റി വീണതാണോ, എന്താണോ, അപസ്മാരാണോ എന്നൊന്നും മനസ്സിലാകാത്തത് കൊണ്ട് അവരിങ്ങനെ കാല് കൊണ്ട് തട്ടിയിട്ട് അങ്ങ് പോകുന്നതാണ് ഹദീസിന്റെ പുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ചരിത്ര പാഠങ്ങളിൽ.
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കച്ചവടക്കാരനാണ്. അദ്ദേഹവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇൽമിയായ ദർസുകളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഒരുപാട് ഹദീസുകളിലൂടെ അറിയുന്ന കാര്യമാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ അയൽവാസിയും കൂടി ഊഴമിട്ടുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിൽ പങ്കെടുക്കാറുള്ളത്. ഒരു ദിവസം അയൽവാസിയാണ് എങ്കിൽ മറ്റേ ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ജോലിക്ക് പോകും. അപ്പം മറ്റേ ആളോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരുന്ന് ഇൽമു പഠിക്കുകയും ചെയ്യും. സഹോദരന്മാർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദുൽമത്ത് നിറഞ്ഞ ഈ ലോകത്ത് ചുറ്റും ഇരുട്ട് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇൽമ് എന്ന നൂറ് വെളിച്ചം നമുക്കില്ല എങ്കിൽ പിന്നെ എന്താ നമുക്കുള്ളത്? നമ്മുടെ മനസ്സിൽ മുഴുവൻ ദലാലത്താണ് എങ്കിൽ ആ ദലാലത്തും ദുൽമുമൊക്കെ തുടച്ചു നീക്കാൻ പ്രാപ്തമായിട്ടുള്ള ഇൽമ് നമ്മുടെ അടുത്തില്ല എങ്കിൽ എങ്ങനെയാണ് നമുക്കതിൽ നിന്ന് മുക്തമാകാൻ കഴിയുക? അതുകൊണ്ട് തന്നെ ലാ തഹ്തിറന്ന മിനൽ മഅറൂഫി ശൈഅ, ഒരു സ്വതക്ക കൊടുക്കുന്ന ഒരു അവസരം വന്നാൽ 10 രൂപയെ കയ്യിലുള്ളൂ എങ്കിൽ ആ 10 രൂപ കൊടുക്കുക. 10 റുപ്യേ ഉള്ളൂ എന്നല്ല, 10 രൂപയുണ്ട്. ലാ തഹ്തിറന്ന, ചെറുതാക്കി കാണണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏത് നന്മയുടെ അവസരം നമുക്ക് വന്നു കഴിഞ്ഞാലും അവിടെ നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്താണോ അത് നമ്മൾ നേടിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെയൊക്കെ ചുരുക്കം. ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഖൈറുൻ നാസി മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ആയുസ് ഇങ്ങനെ നീളുന്നുണ്ട്, പക്ഷേ അമലു സ്വാലിഹാത്തൊന്നും കൂടെയില്ല. അങ്ങനത്തെ ആളുകളെ കുറിച്ചല്ല. മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ആ ആയുസ്സിലൊക്കെയും സൽക്കർമ്മങ്ങൾ മുഴുകിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ വിശേഷണം നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ ഇസ്തഅമലഹു, അല്ലാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ്. അപ്പം ഖീല കൈഫ യസ്തഅമിലുഹു യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് അല്ലാഹുവിന്റെ പ്രവാചകരെ ആ മനുഷ്യനെ അല്ലാഹു ഉപയോഗപ്പെടുത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, യുവഫ്ഫിഖുഹു ലിഅമലിൻ സ്വാലിഹിൻ ഖബ്ലൽ മൗത്ത്, മരണമെത്തുന്ന സമയത്തിന് മുമ്പ് ഒരുപാട് അമലു സ്വാലിഹാത്ത് ചെയ്യാനുള്ള തൗഫീഖ് ആ മനുഷ്യന് കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുമ്പോൾ ഒരു നന്മയെയും ഒരു മഅറൂഫിനെയും വില കുറച്ച് കാണരുതേ. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഉറ്റാലോചന നടത്തുക. എവിടെയൊക്കെയോ ചില പാകപ്പിഴവുകൾ അമലു സ്വാലിഹാത്തിന്റെ വിഷയത്തിൽ നമുക്ക് വന്നിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അവസരങ്ങൾ ഉണ്ടായിട്ടും സമയമുണ്ടായിട്ടും നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, അത് സുന്നത്തല്ലേ, അത് പിന്നെ ചെയ്യാലോ, അത് സുന്നത്തല്ലേ, അത് പിന്നെ ചെയ്യാലോ, ഞാൻ ഫർളുകളൊക്കെ ചെയ്യാറുണ്ട് എന്ന അർത്ഥത്തിലൊക്കെ പല ആളുകളും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സുന്നത്താണ് എന്നതിന്റെ അർത്ഥം ഒഴിവാക്കേണ്ടത് എന്നല്ല, മറിച്ച് ചെയ്താൽ പുണ്യമുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷയില്ലാത്തതുമായ ഐച്ഛികമായ കാര്യങ്ങൾക്കാണ് സുന്നത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നന്മയെയും വില കുറച്ച് കാണിക്കാതെ ജീവിതത്തിന്റെ ഒപ്പം കൂട്ടി ജീവിക്കാൻ, അതേ രൂപത്തിൽ തന്നെ മരണപ്പെടാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. ഈ വിഷയത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും അപാകതകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനും റഹീമുമായ റബ്ബ് പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഗഫൂറായ റബ്ബ് പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ ഉസ്താദുമാർക്ക് അല്ലാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന വ നഊദു ബിക മിനൻ നാർ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا ارحمهما كما ربونا صغارا. ربنا ارحمهما كما ربونا صغارا. ربنا ارحمهما كما ربونا صغارا. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.